നാളെ ഞങ്ങളുടെ അനുപമയുടെ 3ാമത്തെ ആണ്ടാണ്. ഇതാണ് അനുപമയും ചാച്ചയും. തലേന്ന് രാത്രി ഞങ്ങളുടെ ആങ്ങളമാരെല്ലാം കൂടി ഇരുന്നിട്ട് പിറ്റേന്നത്തേക്കുള്ള പൂവെല്ലാം കൂടി ഇറുത്തി വയ്ക്കുമായിരുന്നു. പൂവെല്ലാം ഇറുത്തി ഞങ്ങളിങ്ങനെ ഓരോ സെക്ഷനായിട്ട് വെച്ച് അതിൻ്റെ ഇടയ്ക്ക് ഇവന്മാരാണെങ്കിൽ എനിക്ക് കാട്ടുള്ളി തൈലം മണപ്പിക്കാൻ തന്നു. കുറേ നേരം കൊണ്ട് പറയാം ചേച്ചി ഇതൊന്ന് മണപ്പിച്ച് നോക്കാൻ. എന്തെന്നിട്ട് മണപ്പിച്ച മാത്രം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. മൂക്കെല്ലാം കൂടി ഇരിഞ്ഞ് കണ്ണിൽ കൂടെ വെള്ളമെല്ലാം വന്നിട്ട് കൊള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നമ്മൾ പിറ്റേന്നത്തേക്കുള്ള സാധനങ്ങളൊക്കെ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വയ്ക്കാൻ വേണ്ടിയിട്ട് പോയി. അനുപമയുടെ വീട്ടിൽ വെച്ച് എല്ലാം അരിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നായിരുന്നു പാചകം. അപ്പോൾ അനന്തോണനൊക്കെ തകർത്തിരുന്ന അരിയലായിരുന്നു. എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് അത് പെട്ടെന്ന് അങ്ങ് തീർന്നു കിട്ടി. എന്നിട്ട് നമ്മളിതെല്ലാം ഓരോ കവറിനകത്താക്കി വെച്ചു, കാരണം വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതെല്ലാം കവറിലൊക്കെ ആക്കി ഒരു 10-12 മണിയൊക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പോൾ പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കണമല്ലോ. അങ്ങനെ രാത്രി ഞങ്ങളുടെ ആങ്ങളമാർ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് വരുമായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് കിടന്നുറങ്ങി. അത്രയേ ഉള്ളൂ.